ഇന്നലെ ഒ.പിയിൽ വന്ന ഒരു സ്ത്രീ പറയണ്ടായി അവർക്ക് നടക്കുമ്പോൾ എന്തോ ഒന്ന് തടയുന്ന പോലെയുള്ള ഒരു ഫീലിംഗ്. അഥവാ വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ എന്തോ തള്ളി വരുന്ന പോലെ, അതുപോലെ മൂത്രം ഒഴിച്ച് കഴുകുമ്പോൾ ആ ഭാഗത്ത് എന്തോ ഒരു ഒരു തടിപ്പ് പോലെ തോന്നുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാനായിട്ടായിരുന്നു അവർ വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗർഭപാത്രം ഇറങ്ങി വരുന്ന ഈ അവസ്ഥയെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി, വാണിയമ്പലം. നമ്മൾ ഈ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ, മൂത്രം ഒഴിക്കുമ്പോൾ എന്തോ തടയുന്ന പോലെ, അതുപോലെ നടക്കുമ്പോൾ എന്തോ ഒരു കാലിൻ്റെ ഇടയിൽ എന്തോ ഒരു ഒരു വെയിറ്റ് ഉള്ള പോലെ, എന്തോ ഒന്ന് ഇറങ്ങി വരുന്ന പോലെയുള്ള ഫീലിംഗ്, അതുപോലെ തന്നെ നമുക്ക് അവിടെ കഴുകുമ്പോഴും മറ്റും ഒരു തടിപ്പ് ഫീൽ ചെയ്യുക, ഇതൊക്കെയാണ് യൂട്രസ് ഇറങ്ങി വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ. നമുക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ 50% ഒരു 50 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ഈ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. ഈ സ്ത്രീകളിൽ ഇവരുടെ നോർമലായിട്ടുള്ള നമ്മളുടെ ഈ യൂട്രസിൻ്റെ ഒക്കെ ഫങ്ഷൻ അത്യാവശ്യം ആയിട്ടുള്ള ഹോർമോൺസായ ഈസ്ട്രജനും മറ്റും കുറയുന്നത് കാരണം, അതുപോലെ തന്നെ യൂട്രസിനെ അത് സ്വാഭാവികമായിട്ട് ഈ പെൽവിക് ഭാഗത്ത്, അതായത് ഈ അടിവയറിൽ യൂട്രസ് നിൽക്കുന്ന സ്ഥലത്ത് ഇതിനെ പിടിച്ചു നിർത്തുന്ന മസിൽസും ലിഗമെൻസും ഒക്കെ ഉണ്ട്. ബ്രോഡ് ലിഗമെൻസ്, റൗണ്ട് ലിഗമെൻസ് ഒക്കെ പോലെയുള്ള ഇതിനൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രായത്തിനനുസരിച്ചുള്ള ഒരു ബലക്ഷയം വരും. അതുപോലെ തന്നെ ഈ ഹോർമോണുകളുടെ അളവുകളൊക്കെ ഈ മെനോപോസ്, ആർത്തവം സംഭവിച്ച സ്ത്രീകളിൽ കുറയും. അതുകൊണ്ടൊക്കെ ഈ ബലക്ഷയം കാരണം ഈ യൂട്രസ് സ്വാഭാവികമായ അവസ്ഥയിൽ നിന്ന് താഴോട്ട് വജൈനയിലൂടെ പുറത്തേക്ക് തള്ളി വരുന്ന ഈ ഒരു അവസ്ഥയാണ് ഗർഭപാത്രം ഇറങ്ങി വരിക എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പ്രസവാനന്തരം പലപ്പോഴും ഈ ചെറിയ പെൺകുട്ടികളിലും, മീൻസ് ഈ ആർത്തവിരാമം സംഭവിച്ച ആളുകളല്ലാതെ ചെറിയ പ്രായത്തിലുള്ള യങ് ആയിട്ടുള്ള സ്ത്രീകളിലും ഇത് പ്രസവാനന്തരം കാണാറുണ്ട്. പ്രസവാനന്തരം ഈ വലിയ ബേബീസിനൊക്കെ പ്രസവിച്ച ആളുകളിൽ ഡെലിവറിയുടെ സമയം, പ്രസവ സമയം കുറേ ദൈർഘ്യമേറിയതായിരിക്കും. അവരിൽ ബേബി പുറത്തേക്ക് വരാനായിട്ട് ഒരുപാട് പുഷൊക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് അവിടെ ഒരു മൊത്തത്തിൽ ആ മസിൽസൊക്കെ വീക്കനായിട്ട് ആ ഒരു അവസ്ഥയിലും ഇതുപോലെ പ്രസവാനന്തരം യൂട്രസ് ഇറങ്ങി വരുന്നതായിട്ട് കാണാറുണ്ട്. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഹെറിഡിട്രേറ്റ്, അതായത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള, അത് ജനിതകപരമായ കാരണങ്ങളാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണം പറയാനുണ്ട്. ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികളിലും അല്ലെങ്കിൽ ചെറിയ സ്ത്രീകളിലും ഇത് ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ അമിതവണ്ണമുള്ള സ്ത്രീകളിലും ഇങ്ങനെ ഒരു ഇറങ്ങി വരുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ, അതായത് 1-2 ദിവസമുള്ള ചുമയല്ല, മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കുത്തിയുള്ള ചുമയുണ്ട്, നമ്മൾ കാണാറുണ്ട്. അലർജിക് ചുമയൊക്കെ പലപ്പോഴും പല മരുന്നും കഴിച്ചിട്ട് മാറാത്ത നീണ്ടു നിൽക്കുന്ന ചുമകളുണ്ടാവും. ഇങ്ങനെയുള്ള ചുമകളുള്ളവരൊക്കെ ഈ യൂട്രസിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ബലക്ഷം സംഭവിക്കാനും അവിടെ നിന്ന് യൂട്രസ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കേസ് കാണുന്നത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധമുള്ള സ്ത്രീകളിൽ. ഇവർ ടോയ്ലറ്റ് പോയി കുറേ സമയം ഇരിക്കും, മണിക്കൂറുകളോളം ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ കുറേ സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയും കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഈ ഒരു പ്രോസസ്സ് കൊണ്ട് ഇവർക്ക് യൂട്രസ് ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിപ്പേഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡയറ്റിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് നാരടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും കൂടുതലായിട്ട് ഇവർ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം നിയന്ത്രിക്കാവുന്നതാണ്. നമുക്കിത് എങ്ങനെയാണ് നമുക്കിത് യൂട്രസ് ഇറങ്ങി വരുന്നതാണോ എങ്ങനെയാണ് കണ്ടെത്താൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് നമ്മളത് ഉള്ളിൽ വജൈനൽ PV എക്സാമിനേഷൻ എന്ന് പറയും. വജൈന എക്സാമിൻ ചെയ്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ സ്റ്റേജ് കണ്ടെത്താൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അൾട്രാസൗണ്ട്, എക്സ്റേ, പെൽവിക് എക്സ്റേ, CT സ്കാനിങ് മുതലായവ. ഈ ടെസ്റ്റിലൂടെയൊക്കെ നമുക്കിത് എത്രത്തോളം ഉണ്ടെന്നും ഏത് സ്റ്റേജിലാണെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക എന്ന് നോക്കാം. സാധാരണയായിട്ട് യൂട്രസ് പുറത്ത് വരാതെ നമുക്ക് എന്തൊക്കെ പ്രതിരോധ മാർഗ്ഗങ്ങൾ നമുക്ക് ഡെയിലി ലൈഫിൽ ചെയ്യാമെന്ന് നോക്കാം. അതായത് പ്രസവാനന്തരമുള്ള പ്രൊലാപ്സ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇവർ ഒരു 6 ആഴ്ചയെങ്കിലും മിനിമം പ്രോപ്പർ റെസ്റ്റ് എടുക്കുക എന്നുള്ളത്, ഒരു അത്യാവശ്യം റെസ്റ്റ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇനി വയറൊക്കെ കുറയാനായിട്ട് പെട്ടെന്നൊക്കെ എക്സസൈസ് തുടങ്ങുന്ന ആൾക്കാരുണ്ട്, അത് നിർബന്ധമായിട്ടും ചെയ്യരുത്. അവർ 6 മാസം കഴിഞ്ഞിട്ട് ഈ പെൽവിക് എക്സസൈസും മറ്റുമൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇനി രണ്ടാമതായിട്ട് അമിതവണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ ഈ അമിതവണ്ണം നിയന്ത്രിക്കുക. അതുപോലെ തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ചുമയ്ക്ക് യഥാസമയം ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക.
ഇനി നാലാമതായിട്ട് മലബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ഡയറ്റിൽ ആദ്യം തന്നെ കറക്ഷൻ വരുത്തുക, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണോ ഈ മലബന്ധം വരുന്നത് എന്ന് കണ്ടെത്തിയിട്ട് അതിന് യഥാസമയം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇതൊരു പരിധി വരെ ഈ ഗർഭപാത്രം ഇറങ്ങി വരുന്നത് തടയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രസവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അടുപ്പിച്ചുള്ള പ്രസവവും അവിടെ സ്വാഭാവികമായിട്ട് യൂട്രസ് തിരിച്ച് നോർമൽ സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ കിട്ടിയിട്ട് അപ്പോഴേക്ക് സെക്കൻഡ് പ്രഗ്നൻസി വരും, അങ്ങനെ തേർഡ് പ്രഗ്നൻസി, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അടുപ്പിച്ചുള്ള പ്രസവം വരുമ്പോഴും ഈ ഒരു അവസ്ഥ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ അടുപ്പിച്ചുള്ള പ്രസവം യഥാസമയം ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് അത് നിയന്ത്രിക്കുക എന്നുള്ളതും ഇതിന് അത്യാവശ്യമാണ്. നമ്മൾ ഇതിൻ്റെ യൂട്രസ് ഇറങ്ങി വരുന്ന ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ യൂട്രസിനൊപ്പം ബ്ലാഡർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു മല സ്റ്റോർ ചെയ്യുന്ന സഞ്ചി, ഇതെല്ലാം അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ യൂട്രസ് ഇറങ്ങി വരുന്നതിനോടൊപ്പം തന്നെ ഈ ബ്ലാഡർ, അതായത് മൂത്രസഞ്ചി ഇറങ്ങി വരുന്ന വോൾട്ട് പ്രൊലാപ്സ് എന്നാണ് അതിന് പറയുക. ഈ വോൾട്ട് പ്രൊലാപ്സ് ഉള്ള സമയത്താണ് മൂത്രസംബന്ധമായ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. അതായത് ഈ മൂത്രം ഉറ്റിപ്പോകുന്ന അവസ്ഥ, മൂത്രം ഒട്ടും പിടിച്ചു വെക്കാൻ കഴിയാത്ത അവസ്ഥ, അതുപോലെ തന്നെ മൂത്രം ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് ഇറങ്ങി വരുന്ന ഈ തടസ്സം കാരണം ഇത് ഉള്ളിലേക്ക് തിരിച്ച് കയറ്റി വെച്ചാലേ മൂത്രം പോകുള്ളൂ, അങ്ങനെയുള്ള അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഈ വോൾട്ട് പ്രൊലാപ്സിലാണ് കൂടുതലും കാണുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് കാണുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ഇവർ നോർമലായിട്ടുള്ള ഒരു സെക്ഷൽ കോണ്ടാക്ട് ഉള്ള സമയത്ത് ഇവർക്ക് ബന്ധപ്പെടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ആ സമയത്ത് ഇവർക്ക് വേദനയും പുകച്ചിലും അങ്ങനെയുള്ള അസ്വസ്ഥതകളും ബന്ധപ്പെടാൻ സാധിക്കാത്ത ഒരവസ്ഥ വരെ വരാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവർക്ക് പലപ്പോഴും നടുവേദന വളരെ സാധാരണമായിട്ട് എല്ലാവരും പറയാറുണ്ട്. കാരണം ഈ സ്വാഭാവികമായിട്ടുള്ള യൂട്രസിൻ്റെ മസിൽസ് ബലക്ഷം സംഭവിച്ച് താഴോട്ട് ഇറങ്ങി വരുമ്പം ഈ പുറകിലുള്ള മസിൽസിനുമൊക്കെ ഇത് ഒരു ബലക്ഷം ഉള്ളത് കാരണം അവിടുത്തെ നെർവ്സിനൊക്കെ എഫക്റ്റഡ് ആയിട്ട് അവിടുന്ന് ഒരു വലിച്ചിൽ പോലെയുള്ള പെയിൻ, ഡ്രാഗിങ് പെയിൻ എന്ന് പറയും, വലിച്ചിലായിട്ടാണ്, ഒരു വലിച്ചിലോ കടച്ചിലായിട്ടായിരിക്കും കൂടുതലും ഇവർ പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു ഈ സമയത്ത് ഉണ്ടാവുന്ന ഡിസ്ചാർജസ്, അതായത് ഈ ലാസ്റ്റ് സ്റ്റേജിൽ വ്രണമൊക്കെ വന്ന അവസ്ഥയിലാണ് ഇവർക്കത് ചെറിയ ഇൻഫെക്ഷനൊക്കെ വന്ന് അതിന് പഴുപ്പും ബ്ലഡ് പോലെയുള്ള ഡിസ്ചാർജസ് ഒക്കെ വരുന്ന അവസ്ഥ. ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾ പലപ്പോഴും അവരുടെ അസുഖങ്ങൾ ഒരിക്കലും ഒരു പ്രയോറിറ്റി കൊടുക്കൂല. അവർ ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ മാനേജ് ചെയ്യാം, ഇത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അങ്ങനെ ആലോചിച്ച് നമ്മളത് കൊണ്ട് നടക്കും. അപ്പോൾ അതാണ് ആദ്യം തന്നെ തടയേണ്ടത്. ഇപ്പോൾ സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തിന് എപ്പോഴും ഒരു മുൻഗണന കൊടുക്കുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ. എല്ലാവരും എപ്പോഴും കുട്ടികളെ ഓരോ കാര്യങ്ങളും, അവരുടെ പഠനം, അവരുടെ അസുഖങ്ങൾ, അവരുടെ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ഫാമിലിയുടെ, ഹസ്ബൻഡിൻ്റെ, അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ കാര്യങ്ങൾ നോക്കുകയുള്ളൂ. അങ്ങനെയല്ല, ഇങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളത് യഥാസമയം നമ്മൾ തുടക്കത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ മാറ്റാവുന്നതേ ഉള്ളൂ. ഇത് കൊണ്ടു നടക്കുന്നവരും നമുക്കത് വലിയൊരു പ്രോബ്ലം ആയിട്ട്, പിന്നീട് വലിയൊരു അസുഖമായിട്ട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഈ ചെറിയ തള്ളലൊക്കെ ഉള്ള അവസ്ഥയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കീഗൽ എക്സസൈസ് എന്ന് പറയും. കീഗൽ എക്സസൈസ് എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുക്കാറുള്ളത് ടോയ്ലറ്റ് പോയിരുന്നിട്ട് ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഇത് ടോയ്ലറ്റിലല്ലാത്ത സമയത്തും വെറുതെ ഇതുപോലെയൊക്കെ ഇരിക്കുന്ന സമയത്തും കിടക്കുന്ന സമയത്തും എപ്പം ഏത് പൊസിഷനിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് ടോയ്ലറ്റ് പോയിട്ട് മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രം കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക, പിടിച്ചു വെക്കുക, പിന്നെ മൂത്രം വിടുക, പിന്നെ പിടിച്ചു വെക്കുക, പിന്നെ മൂത്രം വിടുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെയുള്ള മസിൽസ് എങ്ങനെയാണോ അത് കൺട്രാക്ട് ചെയ്യുന്നത്, റിലാക്സ് ചെയ്യുന്നത്, അത് ചുരുങ്ങുന്നത്, വികസിക്കുന്നത് എന്ന് നമുക്ക് ടോയ്ലറ്റിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അത് നമ്മൾ ടോയ്ലറ്റിലല്ലാതെ വെറുതെ ഇരിക്കുന്ന അവസ്ഥയിലും ഇപ്പോൾ മറ്റുള്ളവർ കാണുന്നോ ഒരു പേടി വേണ്ട, നമ്മളിത് ചെയ്യുന്നതായിട്ട് ആർക്കും മനസ്സിലാവില്ല. നമുക്ക് വെറുതെ ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും കിടന്നിട്ടാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഈ പെൽവിക് മസിൽസ് അല്ലെങ്കിൽ ആ യോനി ഭാഗത്തുള്ള മസിൽസ് പിന്നെ ഇങ്ങനെ വികസിപ്പിക്കുക, അതേപോലെ തന്നെ ചുരുക്കുക, റിലാക്സ് ചെയ്യുക, കോൺട്രാക്ട് ചെയ്യുക. ഈ ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ യൂട്രസ് ഇറങ്ങി വരുന്ന അവസ്ഥയാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ തടയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇൻഫെക്ഷനൊക്കെ ഉള്ള അവസ്ഥയിലാണെങ്കിൽ ഇത് ചുരുങ്ങാനായിട്ടും മറ്റും നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ സിറ്റ്സ് ബാത്ത് പോലെ, നമ്മൾ പിന്നെ പൈൽസിലൊക്കെ പറയാറുള്ളത് പോലെ ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് ഇറങ്ങിയിരിക്കുകയൊക്കെ ആണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ
ഇപ്പോൾ എന്ത് കാരണം കൊണ്ടാണോ ഇത് വന്നത്, ഇപ്പോൾ ചുമയാവാൻ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ അല്ലെങ്കിൽ മലബന്ധമാവാം, അതൊക്കെ യഥാസമയത്ത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിന് യഥാപടി ചികിത്സ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇത് ഹോസ്പിറ്റലിൽ സാധാരണയായിട്ട് മാനേജ് ചെയ്യുന്നത്, അത് കുറച്ചുകൂടി ഇറങ്ങി വരുന്ന അവസ്ഥയിൽ പെസറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. പെസറി എന്ന് പറയുന്നത് റിങ് പോലെയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് വെച്ചിട്ട് യൂട്രസ് ഉള്ളിലേക്ക് തിരിച്ച് കയറ്റി വെക്കുന്നത്. അത് ഒരു പരിധി വരെ നമുക്ക് കുറച്ച് വർഷങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് നമുക്ക് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് സ്റ്റേജ് യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വന്ന ഈ ഒരു അവസ്ഥയാണെങ്കിൽ, നമ്മൾ അവസാനത്തെ സ്റ്റേജ് ആണെങ്കിൽ അവിടെ സർജറി തന്നെയാണ് ഓപ്ഷൻ. അവിടെ നമുക്ക് ഒരു മെഡിസിൻ കഴിച്ചിട്ടും നമുക്കത് മാനേജ് ചെയ്യാന്നുള്ളത് നമ്മളങ്ങനെ കരുതണ്ട. അത് സർജറി തന്നെയാണ് നമ്മൾ അപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് സ്റ്റേജ് ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് ഒരുപാട് ഇപ്പോൾ പറഞ്ഞ പോലെ തുണിയൊക്കെ കെട്ടി നടന്ന് അത് പലപ്പോഴും അത് വ്രണം ആവാനും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാനേ നയിക്കുള്ളൂ. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ നിൽക്കാതെ നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഹോമിയോപ്പതിയിൽ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ ജീവിതശൈലിയിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരുപാട് ഭാരം എടുക്കുന്നതും പ്രസവിച്ച ഉടനെ ഭാരം എടുക്കുന്നതും, അതുപോലെ തന്നെ വലിയ വെയിറ്റ്, കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് കുമ്പിട്ട് വലിയ വെയിറ്റുകളൊക്കെ എടുക്കുന്നത്, അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതിനെ നിയന്ത്രിക്കാവുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സിംറ്റംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.